ഹിസ്റ്ററി ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ആൻ എംപയർ എക്രോസ് 3 കോണ്ടിനെൻറ്റ്, 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് റോമൻ എംപയറിനെ കുറിച്ചാണ്. റോമിനെ കുറിച്ചൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കാം. റോം അല്ലേ, കോൺസ്റ്റാന്റിനോപ്പിളും കോൺസ്റ്റന്റൈനെ കുറിച്ചൊക്കെ, ഈസ്റ്റേൺ റോമൻ എംപയർ, വെസ്റ്റേൺ റോമൻ എംപയർ എന്നിവയെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കാം. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ റോമിനെ കുറിച്ച് പഠിക്കുന്നത്. റോമിൻ്റെ ചരിത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ കൂടുതലായിട്ട് മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഈ ക്ലാസ്സിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ടേംസ് നമ്മൾ ഓൾസോ പ്രൊവൈഡഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടേംസും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ മലയാളം ടേംസിൻ്റെ മുകളിലായിട്ട് ഇംഗ്ലീഷ് ടേംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മലയാളം മനസ്സിലാവാത്തവർ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദി മലയാളം ടേംസ്, യു ക്യാൻ ചെക്ക് ദി ഇംഗ്ലീഷ് ടേംസ് ഓൾസോ. ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് in the video class about the Malayalam terms. Okay, so we will continue the empire or the third module or the third theme is known as an empire across 3 continents. We'll discussing in this chapter mainly the history of Roman Empire or the history of Roman state or Roman വേൾഡ്. ഓക്കെ, എന്താണ് റോമൻ സാമ്രാജ്യം, ദ റോമൻ എംപയർ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നോക്കൂ, അതിവിശാലമായ റോമാ സാമ്രാജ്യം ഏതാണ്ട് യൂറോപ്പ് മുഴുവനും വ്യാപിച്ചിരുന്നു. അതിനു പുറമെ ഫെർട്ടൈൽ ക്രസൻറ്റും വടക്കേ ആഫ്രിക്കയും റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ സാമ്രാജ്യത്തിൻ്റെ രൂപീകരണം, അതിൻ്റെ ഭാഗധേയം നിർണയിച്ച രാഷ്ട്രീയ ഘടകങ്ങൾ, ആ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ വിഭജനം എന്നിവയാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഡിസ്കസിങ് മെയിൻലി the foundation or the formation of the Roman Empire and the political factors that leads to the foundation of Roman Empire, and also we will discussing the classification of people or the classification of society of Roman Empire എന്നിവയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ്ലി പാഠത്തേക്ക് കിടക്കാം. പാഠഭാഗത്തേക്ക് കിടക്കുമ്പോൾ ദ റോമൻ സാമ്രാജ്യം, അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? റോമാണ്. ദി ഈസ്റ്റേൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആൻറ്റിയോക്കാണ്. ദ ഏർലി ഈസ്റ്റേൺ ക്യാപിറ്റൽ ഓർ ദി ഏർലി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആൻറ്റിയോക്കാണ്. ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. The Roman Empire covered most of Europe, a large part of the Fertile Crescent and North Africa. The Mediterranean Sea is called the heart of Roman Empire. So, the Mediterranean Sea is also known as the heart of Roman Empire. That means മെഡിറ്ററേനിയൻ കടൽ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീ എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ റോമാ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ 3 എംപയർ അല്ലെങ്കിൽ 3 കോണ്ടിനെൻ്റ് എന്ന് പറയാൻ കാരണം എന്താ? 3 വൻകരകളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ദ റോമൻ എംപയർ എക്സ്പാൻഡ് ഓർ ഇറ്റ് ഈസ് വെരി ഡെലിബറേറ്റ്ലി സിറ്റുവേറ്റഡ് ഇൻ ദീസ് 3 കോണ്ടിനെൻ്റ്, എസ്പെഷ്യലി യൂറോപ്പ്, ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഓക്കെ, അപ്പോൾ ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പിലും വ്യാപിച്ചു കിടക്കുന്ന ഈ 3 കോണ്ടിനെൻറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യമാണ് ഇത് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസിങ് ദ റോമൻ ബൗണ്ടറീസ് ഓർ റോമൻ എംപയറിൻ്റെ അതിർത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിർത്തി എന്ന് പറയുന്നത് നോർത്ത്, വടക്കിൽ റൈൻ ആൻഡ് ഡാന്യൂബ് നദിയാണ്. യൂറോപ്പാണ് വടക്കിൽ. യൂറോപ്യൻ ഭൂഖണ്ഡമായതുകൊണ്ട് തന്നെ വടക്കു ഭാഗത്ത് നമ്മുടെ റോമൻ എംപയറിൻ്റെ വടക്കു ഭാഗത്ത് അല്ലെങ്കിൽ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദി റോമൻ എംപയർ സിറ്റുവേറ്റഡ് ദി റിവേഴ്സ് ഓഫ് റൈൻ ആൻഡ് ഡാന്യൂബ്. 2 നദികളാണ് പ്രധാനമായിട്ടും, റൈനും ഡാന്യൂബും. റൈൻ ആൻഡ് ഡാന്യൂബ് നദികളാണ് റോമൻ എംപയറിൻ്റെ നോർത്തേൺ സൈഡിൽ. ഓക്കെ, ദ സതേൺ സൈഡ് ഓർ ദി സൗത്ത് അല്ലെങ്കിൽ എന്താണ് തെക്ക് ഭാഗത്ത്, സൗത്ത് ഭാഗത്ത് എന്താണ്? സഹാറ മരുഭൂമിയാണ്. ദ ഡെസേർട്ട് ഓഫ് സഹാറ, എസ്പെഷ്യലി ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ് ഈ ഭാഗത്ത്, നമ്മുടെ സൗത്ത് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത്
ഡു യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ഈസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ എന്താണ് കിഴക്ക് ഭാഗത്ത് എന്താണ് റിവർ യൂഫ്രട്ടീസ് ആൻഡ് ഇറാനിയൻ എംപയർ ആണ്. ഇറാനിയൻ എംപയർ അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദിയാണ് ഏത് ഭാഗത്ത്? റോമൻ സാമ്രാജ്യത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്ത്. ആൻഡ് നെക്സ്റ്റ് വെസ്റ്റ് സൈഡ് എന്താണ്? വെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? പ്രധാനമായിട്ടും പടിഞ്ഞാറൻ ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. വെസ്റ്റ് ഭാഗത്ത് എന്താണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് എന്താ പ്രധാനമായിട്ടും വെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഭാഗത്ത് സ്പെയിനാണ്. അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി ഇറാനിയൻ സാമ്രാജ്യത്തിനെ കുറിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇറാനിയൻ സാമ്രാജ്യം നമ്മൾ പറഞ്ഞു എവിടെയാണ്? കിഴക്കൻ ഭാഗത്ത് ഇറാനിയൻ സാമ്രാജ്യമാണെന്ന് അല്ലേ. അപ്പോൾ നോക്കൂ, റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. കാസ്പിയൻ കടൽ തെക്കുഭാഗം മുതൽ താഴോട്ട് കിഴക്കൻ അറേബ്യ വരെയും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്നു. റോമൻ ഇറാനിയൻ സാമ്രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയെ ചൈനക്കാർ എന്താണ് വിളിച്ചിരുന്ന പേര് എന്താണ്? ചിൻ അല്ലേ. ചിൻ എന്ന ഒരു ഗ്രേറ്റർ ചിൻ, ചിൻ അഥവാ ഗ്രേറ്റർ ചിൻ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, സോഴ്സസ് ഓഫ് റോമൻ ഹിസ്റ്ററി നോക്കാം. പ്രധാനമായിട്ടും ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള സോഴ്സസുകൾ എന്തൊക്കെയാണ്, ഉറവിടങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാർക്ക് മൂലപ്രമാണ സോഴ്സസ് പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബേസിക്കലി 3 സോഴ്സസ് ആർ ദർ. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? മൂലകൃതികൾ, അതായത് അനൽസ് ആണ്. അനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഷിക ചരിത്രം, കത്തുകൾ, പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, നിയമങ്ങൾ. 2 എന്താ? ബി എന്ന് പറയുന്നത് പ്രമാണങ്ങളാണ് അല്ലെങ്കിൽ ഡോക്യുമെൻസുകളാണ്, തെളിവ് നൽകുന്ന രേഖകളാണ്. ഒന്ന് കൊത്തുലിഖിതങ്ങൾ അല്ലെങ്കിൽ പാപ്പിറി. മൂന്നാമതായിട്ട് ദ തേർഡ് വൺ ഈസ് മെറ്റീരിയൽ റിമൈൻസസ് അല്ലെങ്കിൽ ഭൗതിക അവശിഷ്ടങ്ങളാണ്. കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ, മൺപാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയുടെ ഭൗതിക അവശിഷ്ടങ്ങളാണ് അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൈൻസൻസ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാപ്പിറസ് ആൻഡ് പാപ്പിറോളജിസ്റ്റ്. എന്താണ് പാപ്പിറസ് ആൻഡ് പാപ്പിറോളജിസ്റ്റ്? ഓക്കെ, നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം എന്താണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. പാപ്പിറസ് ആൻഡ് പാപ്പിറോളജിസ്റ്റ് ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വളരുന്ന മുള പോലുള്ള ഒരു സസ്യമാണ് പാപ്പിറസ്. അപ്പോൾ നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ക്യൂണിഫോം ലിപി പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ക്യൂണിഫോം ലിപി എഴുതുന്നതിന് അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഇലയായിരുന്നു എന്ത്? they were used a leaf is known as പാപ്പിറസ്. ഓക്കെ, അപ്പോൾ ഈ പാപ്പിറസ് എന്ന് പറയുന്നതാണ് ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വളരുന്ന ഒരു മുള പോലുള്ള ഒരു സസ്യമാണ് എന്ത്? പാപ്പിറസ് എന്ന് പറയുന്നത്. സോ ദ പാപ്പിറസ് വെരി വൈഡ്ലി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഇൻ റോമൻ എംപയർ. ഓക്കെ, പാപ്പിറസ് വെരി വൈഡ്ലി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഇൻ റോമൻ എംപയർ. എഴുതാനായി റോമൻ സാമ്രാജ്യത്തിലെ പാപ്പിറസ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പാപ്പിറസ് ഇലയായിരുന്നു എന്തിനു ഉപയോഗിച്ചിരുന്നത്? പ്രധാനമായിട്ടും റോമൻ എംപയറിലെ ആളുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട്. സോ ദേ യൂസ്ഡ് ഫോർ പാപ്പിറസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദി റൈറ്റിംഗ് ഇൻ റോമൻ എംപയർ. ഓക്കെ, ദെൻ ആയിരക്കണക്കിന് കരാറുകൾ, കണക്കുകൾ, എഴുത്തുകൾ, ഔദ്യോഗിക രേഖകൾ എന്നിവ പാപ്പിറസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപ്പിറസ് ചുരുളുകളിൽ എഴുതി വയ്ക്കപ്പെട്ട രേഖകൾ പഠിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും പാപ്പിറോളജിസ്റ്റ് എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരാണ്. സോ ദി പാപ്പിറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാപ്പിറോളജിസ്റ്റ് ഇസ് എ സ്കോളേഴ്സ് ഹൂ published or they published whatever it is writing in the papyrus leaf. ഓക്കെ, എന്താണ് പാപ്പിറസ് ലീഫിൽ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് പബ്ലിഷ് ചെയ്യുന്ന സ്കോളേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാപ്പിറോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദി ഡിവിഷൻ ഓഫ് റോമൻ എംപയർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, എന്താണ് ഡിവിഷൻ ഓഫ് റോമൻ എംപയർ? റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലവിഭജനമാണ്. ഓക്കെ, റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലവിഭജനം നോക്കാം നമുക്ക്. ഇവിടെ ഫസ്റ്റ് വൺ ഈസ് ഏർലി റോമൻ എംപയർ. അത് ആദിമ സാമ്രാജ്യം. ഇറ്റ് ഇസ് അപ് ടു 3rd century CE വരെ. 3rd century CE വരെയാണ് ആദിമ സാമ്രാജ്യം. നെക്സ്റ്റ് വൺ ഈസ് അന്തിമ സാമ്രാജ്യം ഓർ ലേറ്റ്
എംപയർ ഓർ ലേറ്റ് ആൻറ്റിക്വിറ്റി, 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ. ഓക്കെ, അപ്പോൾ ഏർലി റോമൻ എംപയറിൻ്റെ അല്ലെങ്കിൽ ആദിമ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നതാണ് അപ് ടു 3rd സെഞ്ച്വറി വരെയാണ്. 3-ാം നൂറ്റാണ്ട് വരെയും ലേറ്റർ എംപയർ എന്താണ് 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുമുള്ളൊരു കാലഘട്ടത്തിലാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലവിഭജനമെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം റോമൻ റിപ്പബ്ലിക് എങ്ങനെയാണ്. നോക്കൂ, മൊണാർക്കി എക്സിസ്റ്റഡ് ഇൻ റോമൻ ഇൻ ദി ബിഗിനിങ്. റോമിൽ തുടക്കത്തിൽ രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത്. രാജാവായിരുന്നു റോമിൽ ഭരണം നടത്തിയിരുന്നത്. രാജാവിൻ്റെ അധീനതയിലായിരുന്നു റോമൻ സാമ്രാജ്യം ആദ്യകാലങ്ങളിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 509 BC ജനങ്ങൾ രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് സ്ഥാപിച്ചു. ദ പീപ്പിൾ അബോളിഷ്ഡ് മൊണാർക്കി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്. എന്താ പറഞ്ഞത്? മൊണാർക്കി അവസാനിപ്പിക്കുകയും രാജവാഴ്ച അവസാനിപ്പിക്കുകയും ഇൻസ്റ്റെഡ് ഓഫ് മൊണാർക്കി ദ പീപ്പിൾ എസ്റ്റാബ്ലിഷ്ഡ് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. റിപ്പബ്ലിക്കൻ ഭരണത്തിൽ യഥാർത്ഥ അധികാരം ആർക്കായിരുന്നു? സെനറ്റിനായിരുന്നു. റിപ്പബ്ലിക് വാസ് ദി നെയിം ഫോർ എ റെജിം ഇൻ വിച്ച് ദി റിയാലിറ്റി ഓഫ് പവർ ലേ വിത്ത് ദി സെനറ്റിനായിരുന്നു എന്ത് അധികാരം ഉണ്ടായിരുന്നത്. സമ്പന്ന കുടുംബങ്ങളായ പ്രഭുവർഗത്തിലെ അംഗങ്ങൾക്കായിരുന്നു സെനറ്റിൽ പ്രാമുഖ്യം. അപ്പോൾ സെനറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് ആരായിരുന്നു? സമ്പന്ന കുടുംബങ്ങളായ പ്രഭുവർഗത്തിലെ അംഗങ്ങൾക്കായിരുന്നു. ഓക്കെ, സമ്പന്ന കുടുംബങ്ങളിലെ പ്രഭുവർഗങ്ങളായ അംഗങ്ങൾക്കായിരുന്നു സെനറ്റിൽ പ്രാമുഖ്യം. അല്ലെങ്കിൽ അവരുടെ ഒരു വെൽത്തി ഫാമിലീസിനായിരുന്നു ഡൊമിനേഷൻ. ഓക്കെ, ഡൊമിനേഷൻ അവിടെ ആർക്കായിരുന്നു? സമ്പന്ന കുടുംബങ്ങൾക്കായിരുന്നു സെനറ്റിൽ അംഗങ്ങളായിരുന്നത്. ഓക്കെ, ജൂലിയസ് സീസറിൻ്റെ വളർത്തുപുത്രനും പിൻഗാമിയായിരുന്ന ഒക്ടേവിയൻ 27 BC റിപ്പബ്ലിക് ഭരണം അവസാനിപ്പിച്ചു. ഒക്ടേവിയൻ ആദ്യത്തെ റോമൻ ചക്രവർത്തിയായി സ്ഥാനമേറ്റു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായി ഭരണം ഏറ്റത് ആരാണ്? ഒക്ടേവിയൻ. ഓക്കെ, ഒക്ടേവിയനാണ് എന്താ റോമൻ എംപറർ. റോമൻ ചക്രവർത്തിമാരെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റോമൻ എംപറേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് അഗസ്റ്റസ് സീസറാണ് റോമൻ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ചക്രവർത്തി എന്ന്. റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രഥമ ചക്രവർത്തി എന്ന് പറയുന്നത് ആരാണ്? അഗസ്റ്റസ് ആണ്. ഓക്കെ, അഗസ്റ്റസ് ആണ്. ദ ഒറിജിനൽ നെയിം വാസ് ഒക്ടേവിയൻ യഥാർത്ഥ പേരെന്താണ്? ഒക്ടേവിയൻ. അപ്പോൾ അഗസ്റ്റസ് സീസറിൻ്റെ അല്ലെങ്കിൽ ഒറിജിനൽ നെയിം യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ് മക്കളെ? എന്താണ്? ഒക്ടേവിയൻ എന്നാണ്. മനസ്സിലായോ? അഡോപ്റ്റഡ് സൺ ഓഫ് ജൂലിയസ് സീസറിൻ്റെ ദത്തുപുത്രനും പിൻഗാമിയുമായിരുന്നു ആര്? അഗസ്റ്റസ് സീസർ വാസ് ദി ഫസ്റ്റ് റോമൻ എംപറർ. അഗസ്റ്റസ് സീസർ ആദ്യത്തെ റോമൻ ചക്രവർത്തിയാണ് ആര്? അഗസ്റ്റസ്. അപ്പോൾ അഗസ്റ്റസ് സീസറിൻ്റെ യഥാർത്ഥത്തിലുള്ള നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒക്ടേവിയനാണ്. ഇദ്ദേഹം ആരാണ്? ജൂലിയസ് സീസറിൻ്റെ ദത്തുപുത്രനാണ്, അഡോപ്റ്റഡ് സണ്ണാണ്, അതുപോലെ തന്നെ പിൻഗാമിയാണ്. ഓക്കെ, പിൻഗാമിയും കൂടിയാണ്. അങ്ങനെ അഗസ്റ്റസ് സീസർ ആണ് ആദ്യത്തെ റോമൻ എംപയർ. അഗസ്റ്റസ് സീസർ വാസ് ദി ഫസ്റ്റ് റോമൻ emperor. The regime established by Augustus called the Principate. Augustus സ്ഥാപിച്ച ഭരണക്രമം എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് റെജിം അല്ലെങ്കിൽ ഭരണ സമ്പ്രദായം എന്താണ്? പ്രിൻസിപ്പേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഭാഗത്ത് നിന്ന്. അഗസ്റ്റസ്, അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആദ്യ ചക്രവർത്തിയായിട്ടുള്ള അഗസ്റ്റസ് സ്ഥാപിച്ച ഭരണ സമ്പ്രദായം ഏതാണ്? പ്രിൻസപ്പേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഹി യൂസ്ഡ് ദി ലിറ്റിൽ പ്രിൻസെപ്പ് മീൻസ് ലീഡിങ് സിറ്റിസൺ. നായക പൗരൻ എന്നർത്ഥം വരുന്ന പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. അഗസ്റ്റൻ ഏജ് ഈസ് റിമെമ്പേർഡ് ഫോർ പീസ്. അഗസ്റ്റസിൻ്റെ ഭരണകാലഘട്ടം അല്ലെങ്കിൽ അഗസ്റ്റസ് ഭരണം നടത്തിയിരുന്ന കാലഘട്ടം എന്തറിയപ്പെട്ടു? അഗസ്റ്റൻ യുഗം എന്ന അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ യുഗമായിട്ട് അറിയപ്പെട്ടു. ഫോർ ദി ഏജ് ഈസ് ഫോർ പീസ്, റിമെമ്പേർഡ് ആസ് ഫോർ പീസ്. നെക്സ്റ്റ് ചക്രവർത്തിയാണ്, എംപററാണ് ആര്?
ടൈബീരിയസ്. ദ സെക്കൻഡ് റോമൻ എംപയർ വാസ് ടൈബീരിയസ്. ആൻഡ് അഗസ്റ്റസ് സീസറുടെ ദത്തുപുത്രനാണ്, അഡോപ്റ്റഡ് സൺ ആണ് ആര്? അഗസ്റ്റസ് സീസറിൻ്റെ അഡോപ്റ്റഡ് സൺ ആണ് ആര്? ടൈബീരിയസ്. ഓക്കെ, ടൈബീരിയസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗല്ലിനസ്. ഗല്ലിനസ് എന്ന് പറഞ്ഞാൽ സെനറ്റർമാർ സൈന്യത്തിൽ ചേരുന്നത് നിരോധിച്ച ചക്രവർത്തിയാണ്. ഹി ഫോർബേഡ് സെനറ്റേഴ്സ് ഫ്രം സെർവിങ് ആർമി. സെനറ്റർമാർ സൈന്യത്തിൽ ചേരുന്നത് നിരോധിച്ച ചക്രവർത്തിയാണ് ആര്? ഗല്ലിനസ്. നെക്സ്റ്റ് വൺ ഈസ് ഡയോക്ലീഷ്യൻ. ഡയോക്ലീഷ്യൻ ഇൻട്രൊഡ്യൂസ് ദ പൊളിറ്റിക്കൽ റിഫോംസ്. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ, റോമിൽ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടത്തി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് പൊളിറ്റിക്കൽ റിഫോംസ് ഇൻ റോമൻ എംപയർ. ഹു? Diocletian. The Diocletian emperor established a political reform, a formed political reform, an organized political reform in എവിടെയാണ്? റോമൻ എംപയർ. ഓക്കെ, റോമൻ എംപയർ. ഓക്കെ, ആൻഡ് കട്ട് ഡൗൺ ദി ലെങ്ത് ഓഫ് എംപയർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന്? അപ്രധാന സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കുറച്ചു. പ്രധാനമില്ലാത്ത ദർ ഈസ് നോ ഇമ്പോർട്ടൻറ്റ് ദ കട്ട് ആൻഡ് ദ കട്ട് ഡൗൺ ദി ലെങ്ത് ഓഫ് ദി എംപറർ ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. മനസ്സിലായോ? ഡയോക്ലീഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ സുപ്രധാന പങ്ക് വഹിക്കാത്ത സ്ഥലങ്ങളെ എന്ത് ചെയ്തു? കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കുറച്ചു. ആൻഡ് ദേ റെക്കഗ്നൈസ്ഡ് എംപയർ ഇൻ 2 provinces. സാമ്രാജ്യത്തെ പ്രവിശ്യകളായി ക്രമീകരിച്ചു. സാമ്രാജ്യത്തെ കിഴക്കൻ പൗരസ്ത്യ റോമൻ സാമ്രാജ്യമെന്നും പടിഞ്ഞാറൻ പശ്ചിമ റോമൻ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിച്ചു. ഡയോക്ലീഷ്യൻ ഡിവൈഡഡ് ദി എംപയർ വാസ് വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ. ആൻഡ് ദി എംപയർ വാസ് ഫോർട്ടിഫൈഡ് ദി ഫ്രോണ്ടിയേഴ്സ്. അതിർത്തികൾ എന്ത് ചെയ്തു? കോട്ട കെട്ടി സംരക്ഷിച്ചു. റെക്കഗ്നൈസ്ഡ് പ്രൊവിൻഷ്യൽ ബൗണ്ടറീസ്. സൈനിക കമാൻഡർമാർക്ക് എന്ത് കൊടുത്തു? കൂടുതൽ അധികാരം കൊടുത്തു. ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫ്രോണ്ടിയേഴ്സ് ഓഫ് എംപയർ. അപ്പോൾ എംപയറിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ അധികാരം നൽകി. സെപ്പറേറ്റഡ് സിവിലിയൻ ഫ്രം മിലിറ്ററി ഫങ്ഷൻസ്. സിവിലും സൈനികവുമായ ധർമ്മങ്ങൾ എന്ത് ചെയ്തു? ദേ സെപ്പറേറ്റഡ് ആർ ദേ ഡിസ്റ്റിങ്ക്യൂഷ്ഡ്. ഓക്കെ, നിലവിലെ സിവിലും സൈനികപരമായുള്ള ധർമ്മങ്ങളെ രണ്ടായിട്ട് എന്ത് ചെയ്തു? വേർതിരിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോൺസ്റ്റൻറ്റൈൻ. കോൺസ്റ്റൻറ്റൈൻ ആണ് പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തി എന്ന് പറയുന്നത്. ആരാണ്? കോൺസ്റ്റൻറ്റൈൻ ആണ്. നോക്കൂ, Constantine declared Christianity as official religion of Roman Empire. It's very important. എന്താണ്? ക്രിസ്തുമതത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കിയതാരാണ്? കോൺസ്റ്റൻറ്റൈൻ ആണ്. കോൺസ്റ്റാന്റിനോപ്പിളിനെ രണ്ടാം തലസ്ഥാനമാക്കി. റോമൻ എംപയറിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റലായിട്ടുള്ള റോമൻ എംപയർ അല്ലേ, റോമിനെ എന്ത് ചെയ്തു? പിന്നീട് കോൺസ്റ്റൻറ്റൈൻ എന്നാക്കി, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളാക്കി മാറ്റിയതാരാണ്? കോൺസ്റ്റൻറ്റൈൻ ആണ്. ദ സെക്കൻഡ് ക്യാപിറ്റൽ ക്രിയേറ്റഡ് എ സെക്കൻഡ് ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിൻ്റെ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേരെന്താണ്? ബൈസൻറ്റൈൻ എംപയർ. അപ്പോൾ റോമൻ എംപയറിനെ ബൈസാന്റിയം എംപയറും എന്നും അറിയപ്പെട്ടിരുന്നു. സോളിഡസ് എന്നു പേരുള്ള സ്വർണ്ണ നാണയം അദ്ദേഹം പുറത്തിറക്കി. സോളിഡസ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ നാണയവും അദ്ദേഹം പുറത്തിറക്കി. ഏതാണ്? സോളിഡസ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ നാണയവും അദ്ദേഹം പുറത്തിറക്കി. ആരാണ് പുറത്തിറക്കിയത്? കോൺസ്റ്റൻറ്റൈൻ. സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഇൻട്രൊഡ്യൂസ്ഡ് എക്കണോമിക് റിഫോംസ്. സാമ്പത്തിക പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്. എന്താ നോക്കൂ, ഡിഫറൻസസ് ബിറ്റ്വീൻ റോമൻ എംപയർ ആൻഡ് ഇറാനിയൻ എംപയർ. ഡിഫറൻസസ് ബിറ്റ്വീൻ റോമൻ എംപയർ ആൻഡ് ഇറാനിയൻ എംപയർ ഒന്ന് നോക്കൂ. ഒന്നാമത്തെ ഒരു പോയിന്റ്, റോമൻ സാമ്രാജ്യത്തിൽ പ്രാദേശിക വൈവിധ്യവും സാംസ്കാരിക വൈവിധ്യവും കൂടുതലായിരുന്നു. എന്നാൽ ഇറാനിയൻ സംസ്കാരം മാത്രമായിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നും വരുന്നൊരു ചോദ്യമാണ്, ക്ലാസിഫൈ differentiate between Roman Empire and Iranian Empire. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വൺ, Roman Empire was a mosaic of territories and culture, but the population of Iran was mainly Iranian. എന്താണ്? റോമൻ സാമ്രാജ്യത്തിൽ ഡിഫറൻറ്റ് അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്താണ്? പ്രാദേശിക വൈവിധ്യം, പ്രൊവിൻഷ്യൽ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ബട്ട് ഇൻ ദി ഇറാനിയൻ എംപയർ, ഇറാനിയൻ സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും ഓക്യുപ്പൈഡ് ഓൺലി ദി ഇറാനിയൻ പീപ്പിൾ. ഇറാനിയൻ മാത്രമായിരുന്നു ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ,
റോമിൽ വിവിധ ഭാഷകൾ നിലനിന്നിരുന്നു, ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയവ. എന്നാൽ ഇറാനിൽ അരമായിക് എന്ന ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഇറാനിൽ നിന്നും വ്യത്യസ്തമായി റോമൻ പൗരന്മാർ ഒരൊറ്റ ഭരണാധികാരിയുടെ കീഴിലായിരുന്നു. ഇറാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് റോമൻ പൗരന്മാർ ദേ വർ സബ്ജക്റ്റ് ഓഫ് സിംഗിൾ റൂളർ, ഒരു രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു റോമിലുണ്ടായിരുന്ന ആളുകളെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ 3 മെയിൻ പ്ലെയേഴ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി എംപയർ. റോമൻ സാമ്രാജ്യത്തിലെ 3 പ്രധാനികൾ ആരൊക്കെയാണ്? ഒന്ന് ദ എംപറർ, ചക്രവർത്തി. 2 ദ അരിസ്ട്രോക്രസി, പ്രഭുവർഗം, സെനറ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സൈന്യം അല്ലെങ്കിൽ ആർമി. ഇനി നോക്കൂ, 2 തരത്തിലുള്ള റോമൻ അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന് കിഴക്കൻ പ്രദേശങ്ങളിലെ ആശ്രിത രാജ്യങ്ങൾ, ഡിപ്പെൻഡൻറ്റ് കിങ്ഡംസ് ഇൻ ദി നിയർ ഈസ്റ്റ്. രണ്ടാമത്തത് റോമൻ പ്രവിശ്യകളാണ്, പ്രൊവിൻഷ്യൽ ടെറിട്ടറിയാണ്. നോക്കൂ, എന്താണ് നിയർ ഈസ്റ്റ്? സമീപ പൗരസ്ത്യം. സിറിയൻ, പാലസ്തീൻ, മെസപ്പട്ടോമിയ ഉൾപ്പെടെയുള്ള മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കുള്ള റോമൻ പ്രദേശങ്ങളാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, റോമൻ സാമ്രാജ്യത്തിലെ ഒരു നഗരത്തിൻ്റെ സവിശേഷത നോക്കാം നമുക്ക്. റോമൻ സാമ്രാജ്യത്തിലെ ഒരു നഗരത്തിൻ്റെ സവിശേഷത. ഓക്കെ, റോമൻ സാമ്രാജ്യത്തിലെ ഒരു നഗരത്തിൻ്റെ സവിശേഷതയാണ്, ഒരു ഫീച്ചേഴ്സ് ഓഫ് എ സിറ്റി ഇൻ ദി റോമൻ എംപയർ നോക്കാം നമുക്ക്. ഒന്ന്, സ്വന്തമായി മജിസ്ട്രേറ്റ്, സിറ്റി കൗൺസിൽ, കീഴിൽ ധാരാളം ഗ്രാമങ്ങൾ തുടങ്ങിയവയുള്ള നഗര കേന്ദ്രമാണ് റോമൻ നഗരങ്ങൾ. ഗ്രാമങ്ങളുടെ പദവി ഉയർത്തി നഗരമാക്കുകയും തിരിച്ചും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ്? ഗ്രാമങ്ങളുടെ പദവി ഉയർത്തിക്കൊണ്ട് അതിനെ നഗരങ്ങളാക്കുകയും നഗരങ്ങളുടെ പദവി കുറച്ചുകൊണ്ട് അതിനെ ഗ്രാമങ്ങളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. നഗരത്തിൽ പൊതുവെ കുളിപ്പുരകൾ ഉണ്ടായിരുന്നു. കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുളിപ്പുരകൾ എവിടെയുണ്ടായിരുന്നു? പബ്ലിക് ബാത്ത് എവിടെയുണ്ടായിരുന്നു? നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. നഗര ജനത വിനോദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്പെക്ടാക്കുല എന്നറിയപ്പെടുന്ന പ്രദർശനങ്ങൾ വർഷത്തിൽ 176 ദിവസവും നടന്നിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു വർഷം 176 ദിവസവും സ്പെക്ടാക്കുല എന്ന് പറയുന്ന ഒരു പ്രദർശനം അല്ലെങ്കിൽ ഒരു ഷോ വേണ്ടി റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ കലണ്ടറിൽ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. 79 CE പണി പൂർത്തിയാക്കിയ റോമൻ കൊളോസിയത്തിൽ ഏകദേശം 60,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഗ്ലാഡിയേറ്റർ, ദ്വന്ദ്വയുദ്ധം നടത്തുന്ന പോരാളി വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടിയത് ഇവിടെ വെച്ചായിരുന്നു എന്നും പറയുന്നുണ്ട്. റോമൻ്റെ ക്ലോസിയം മീൻസ് എൻ ഓപ്പൺ ഓഡിറ്റോറിയമാണ്. ഒരു ക്ലോസിയം എന്ന് പറയുന്നത് ഏകദേശം 60,000 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ക്ലോസിയം. ഇതിൽ നിന്ന് എന്താ നമ്മൾ കാണുന്നത്? ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്, ദേ ഗീവ് പ്രൈം ഇമ്പോർട്ടൻസ് ടു ദി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ വിനോദത്തിനൊക്കെ അവർ അതിനുള്ള പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ നഗരത്തിലും അതുപോലെ തന്നെ ഗ്രാമത്തിലുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നഗരത്തിൽ താമസിക്കുന്നതിൻ്റെ പ്രധാന ഗുണം ക്ഷാമക്കാലത്ത് നാട്ടിൻ പുറത്ത് അനുഭവപ്പെടുന്ന ഭക്ഷ്യദൗർലഭ്യം നഗരത്തെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത നമ്മൾ പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ബാത്ത് അല്ലേ, പൊതു കുളിസ്ഥലം അവർക്ക് ഉണ്ടായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്? സ്പെക്ടാക്കുല എന്ന് പറയുന്ന ഒരു വിനോദം അവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രദർശനം സ്പെക്ടാക്കുല. അതുപോലെ തന്നെ കൊളോസിയവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 3rd century ക്രൈസിസ് ഇൻ റോമാണ്. മൂന്നാമത്തെ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. വാട്ട് ആർ ദി ക്രൈസിസ് ദാറ്റ് ആർ ഫേസ്ഡ് ഇൻ ദി 3rd century ഓഫ് റോം? റോമിലെ 3-ാം നൂറ്റാണ്ട് എന്ത് പ്രതിസന്ധിയാണ് റോം നേരിട്ടത്? അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ഞാൻ തരുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ തരും. അതിൻ്റെ നോട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ക്ലാസ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് കൃത്യമായിട്ട് പോയിൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതി വയ്ക്കുക. പോയിൻ്റായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നിങ്ങൾ നോക്കി വയ്ക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് തരും, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇംഗ്ലീഷിൽ എഴുതുന്നവർ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതുന്നവർ മലയാളത്തിലും, അല്ലെങ്കിൽ ചില ഇംഗ്ലീഷ് ടേംസുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്
എഴുതുന്ന കുട്ടികൾക്ക് അതിൻ്റെ മലയാളം ടേംസും കൂടി നിങ്ങൾ എഴുതി വെക്കണം. യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് അപ്രോച്ച് മീ ഓർ പ്ലീസ് മെസ്സേജ് മീ ഇൻ വാട്സപ്പ് ഓർ പേഴ്സണൽ കോൺടാക്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റോമൻ സാമ്രാജ്യത്തിലെ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്താണെന്ന് നോക്കാം. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സാമ്രാജ്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാമ്രാജ്യമാണ്, വളരെ പഠിക്കാൻ കുറേയുള്ളൊരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ കുറേ പരീക്ഷയ്ക്ക് നിരവധി ചോദ്യങ്ങൾ വരാവുന്ന ഒരു പാഠഭാഗവുമാണ് ഇത് റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.